ബാസിഗർ മേ ബാസിഗർ ദിൽവാലെ മേ ബാസിഗർ തൂ തുന്നക്കിത്തൻ പ്യാറ് ബസ്. എന്തൊക്കെയാ കിടന്ന് പാടുന്നത് എൻ്റെ അമ്മ. വേറെ വല്ല പണിക്കും പോയാൽ മതി. ഇങ്ങോട്ടാ സൂരി മണക്കുന്നല്ലോ കാറ്റ്. എന്ത് നാറ്റേരി? അത് ഈ മീൻവളത്തിന്റെ അല്ല. ഞാനിപ്പോ നിങ്ങൾ പണിക്ക് പോയി തുടങ്ങി. അതൊന്നും പറയണ്ട മോനെ. പണിക്ക് പോവാണ്ട് പച്ചവെള്ളം കൊടുക്കണ്ടെന്നാ കുറേ ഓർഡർ. പിന്നെ പണിക്ക് പോയല്ലേ പറ്റി. സഹിക്കാൻ ഇതിപ്പോ എന്താ ചെയ്യാ? ഒരു തെങ്ങ് ഓർന്നാലേ 50 റുപ്യ. അങ്ങനത്തെ 10 തെങ്ങ് ഓർക്കണം. എന്നാൽ എന്തേ രക്ഷയുള്ളൂ. നോക്ക ഈ പണിച്ചിരി പാടാ. മണ്ട പോയത് എങ്ങനെ തടയെടുക്കേണ്ട ആവശ്യമുണ്ടോ? മണ്ട പോയതാ? തിരക്ക് പിടിച്ച് ചെയ്താലോ ഒന്നും നോക്കിയില്ല. ഇങ്ങനെയല്ലേ പണിക്ക് വെച്ച ആളെപ്പ. എന്നാ നീ പോയി പറ. വേറെ ആരല്ല വല്യച്ഛൻ തന്നെയാ. എന്നാ കുഴപ്പമില്ല. അല്ല അന്ന് എന്റെ കയ്യില് ഇത് കുറച്ച് ഇറച്ചിയും ബ്രെഡാ. ഞങ്ങള് കുക്ക് ചെയ്താ. നിങ്ങൾ തന്നെയാ? സൂപ്പർ. നല്ല കയ്പുണ്ട് കേട്ടോ. എനിക്ക് ഭാവിയിൽ വല്ല ഹോട്ടലിന്റെ പണിക്കും പോകും. ഇച്ചിരി കുരുമുളകിന്റെ ഓർമ്മയുണ്ട്. എരിവുണ്ടത് പൊളിയാ. എന്നാലും കുഴപ്പമില്ല. സാധനം നല്ല ഗംഭീരായി. അതൊക്കെ അടുത്ത ഭക്ഷണം. നിങ്ങളിത് സ്ഥിരം പണിയാക്കില്ലേ? അല്ല ഇതെന്താ ഇറച്ചി? ബീഫാ? ബീഫാ. കൊള്ളാം കേട്ടാ. എന്നാ പിന്നെ നീ കേട്ട് ഞാനിത് തീർത്തിട്ട് വേണ്ട. ഞാൻ പോന്നാ. അല്ല വീട്ടിലെന്താ? ആ നോക്കണ്ടടാ. അവര് വിഷമം കൊണ്ട് വല്ലതും പറഞ്ഞായിരിക്കും. വീട്ടിൽ കുറച്ച് സാധനം. അതേനു അത് ഞാൻ വരുമ്പോ കൊണ്ടുവരാം. അത് പിന്നെ ഇറക്കണ്ട. ആ മുട്ട തേങ്ങ. ഒന്നും പറയണ്ട മോനെ. ഇന്നലെ രാത്രി 2 മണിക്ക് ഉറങ്ങിയത് വയറിളക്കം. ആശുപത്രി കാണിച്ചു തരുക. നീ ഇന്നലെ ഉണ്ടാക്കിയ ബീഫ് വയറിന് പിടിച്ചില്ലെന്ന് തോന്നുന്നു. അതുപോട്ടെ. എനിക്കിന്ന് ക്ലാസ് ഇല്ലേ? അത് പറയും. ഞാൻ വീട്ടിലേക്ക് വരികയായിരുന്നു. എന്താടാ? ഹെഡ്മാഷി അച്ഛനെയും കൂട്ടി വരാൻ പറഞ്ഞു. അതോ ഞാൻ നിങ്ങളെ വീട്ടിൽ വന്നു. ഇങ്ങോട്ടാ. അതിന് നിന്റെ തന്ത ഇല്ലല്ലോ, എന്റെ തന്ത. അതല്ല അത് തന്നെ ഞാനും പറഞ്ഞു. എന്റെ അച്ഛനെ വിളിച്ച് ചൊല്ലുന്ന പറഞ്ഞു. എന്താ കാര്യം? എന്താ? അതെ, ഞാൻ എത്തുന്ന ഇറച്ചിയില്ലേ, അത് ബീഫല്ല. പിന്നെ അത് സ്കൂളിൽ ബയോളജി ലാബിൽ പഠിക്കാൻ വെച്ച തവളയാണ്. തവളയാ? അല്ല ഇതെന്താ ഇറച്ചി? ബീഫാ? ബീഫാ. കൊള്ളാം കേട്ടാ. ആളെ കൊല്ലാനായിട്ട് ഇറങ്ങിയതാ? ഇങ്ങോട്ട് ഇറങ്ങി പറ. എന്നെ കൊണ്ട് തവളയെ തിരിച്ചു പോരാഞ്ഞിട്ട് സ്കൂളിന്റെ അച്ഛന് പകരം ഞാൻ പറഞ്ഞല്ലേ?